Hello everyone. ഈ ട്യൂട്ടോറിയലിൽ സ്റ്റുഡൻറ് മൊഡ്യൂൾ എങ്ങനെ ആക്സസ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം, സ്റ്റുഡൻസിനെ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നിവയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. കൂടാതെ പുതിയ സ്റ്റുഡൻസിനെ സിസ്റ്റമിൽ ആഡ് ചെയ്യുന്നതും അവർക്ക് ഫീസ് അസൈൻ ചെയ്യുന്നതും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഞാൻ 7 Sky Schools യൂസ് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആദ്യം സ്റ്റുഡൻറ് മൊഡ്യൂളിലോട്ട് കിടക്കാം. ഇതാണ് സ്റ്റുഡൻറ് മൊഡ്യൂള്. ഇതാണ് സ്റ്റുഡൻറ് മൊഡ്യൂളിന്റെ ഡാഷ്ബോർഡ്. ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ സ്റ്റുഡൻറ് സെക്ഷനാണ്. സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലിസ്റ്റ് ആയിട്ട് ഏതൊക്കെ ക്ലാസ്സസ് ആണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഏതൊക്കെ ക്ലാസ്സിൽ ഡിവിഷൻസ് ഏതൊക്കെയാണ്, പിന്നെ ക്ലാസ്സിലെ സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത്, ഇവിടെ 20 സ്റ്റുഡൻസ്, 10 സ്റ്റുഡൻസ്, എക്സെട്ര എക്സെട്ര. സോ സ്റ്റുഡന്റ് പ്രൊഫൈൽ കാണണമെങ്കിൽ ആ ഗ്രേഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സ്റ്റുഡൻറ് ഒന്ന് എടുക്കുക. ഇതാണ് സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ. ഇതിനകത്ത് ഫോട്ടോസ് ഇടാൻ പറ്റും. പിന്നെ അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പർ, റോൾ നമ്പർ, സ്റ്റാൻഡേർഡും സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റാഫ് ചൈൽഡ് ആണോ ഇല്ലയോ, അഡ്മിഷൻ ഡേറ്റ്, സ്റ്റാറ്റസ്, അക്കാഡമിക് സ്റ്റാറ്റസ് ആക്റ്റീവ്, ട്രാൻസ്പോർട്ടേഷൻ വേണോ ഇല്ലയോ, സിബ്ലിങ്സ് ഉണ്ടോ. പിന്നെ താഴെ വേറെ കുറെ ഡീറ്റെയിൽസ് ഇടാനൊക്കെ പറ്റും. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇടാം. ഇമെയിൽ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, മദർ ടങ്, പിന്നെ ആധാർ നമ്പർ, പിന്നെ ഇവിടെ കോണ്ടാക്ട്സ്, അതായത് അവരുടെ പേഴ്സണൽ അഡ്രസ്സ്, പിന്നെ അവരുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ്, അതായത് ഫാദറിന്റെ നെയിം, ഫാദറിന്റെ ക്വാളിഫിക്കേഷൻസ്, ഇമെയിൽ, മൊബൈൽ, അതായത് അതും മദേഴ്സിന്റെ ഡീറ്റെയിൽസും, പിന്നെ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ഗാർഡിയന്റെ ഡീറ്റെയിൽസും. പിന്നെ അവര് നിങ്ങളുടെ സ്കൂളിലോട്ട് വേറെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവർ പഠിച്ച പഴയ സ്കൂളിന്റെ ഡീറ്റെയിൽസും ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ സ്റ്റുഡന്റിന്റെ ഹെൽത്ത് ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ ആവശ്യമായ ഡോക്യുമെന്റ്സ്, അതായത് സ്കൂളിന് അവർക്ക് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, സ്റ്റുഡന്റ് ആധാർ, ഫാദറിന്റെ ആധാർ, മദറിന്റെ ആധാർ, ഗാർഡിയന്റെ ആധാർ ഒക്കെ വേണമെങ്കിൽ ഇവിടെ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അതിന്റെ കോപ്പീസ്. ഇൻസിഡന്റ് മാനേജ്മെന്റ്, ഏതൊക്കെ സബ്ജക്ട്സ് സ്റ്റുഡൻസിനുള്ളത്, പിന്നെ അവരുടെ പ്രൊമോഷന്റെ ഹിസ്റ്ററി, പിന്നെ അവരുടെ ഫീസ്, അറ്റൻഡൻസ് എക്സെട്ര. അങ്ങനെ ഇവിടെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് സ്റ്റുഡന്റിന്റെ പ്രൊഫൈല്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഈ സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊമോഷൻ ഒരു വിസാർഡ് വരും. ഈ വിസാർഡിനകത്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്, അതായത് ഏത് വഴിയാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് വഴിയാണോ, ഡിവിഷൻ വഴിയാണോ, സ്റ്റുഡന്റ് വഴിയാണോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ സ്റ്റാൻഡേർഡ് വഴിയാണ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് വഴി ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണ് അക്കാഡമിക് ഇയർ, ഏത് അക്കാഡമിക് ഇയറിലോട്ട് പ്രൊമോഷൻ ചെയ്യേണ്ടതാണ് ഇവിടെ ഈ ഫീൽഡിൽ എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ ഏത് ക്ലാസ്സിൽ നിന്ന് ഏത് ക്ലാസ്സിലോട്ട്, ക്ലാസ് 1 നിന്ന് ക്ലാസ് 2 എങ്ങനെയാണ് ക്ലാസ് 1 നിന്ന് ക്ലാസ് 2 ഏത് അക്കാഡമിക് ഇയറിൽ നിന്ന് ഏത് അക്കാഡമിക് ഇയറിലോട്ട് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് ചെയ്യേണ്ടത്. സോ ആ ക്ലാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ക്ലാസ്സിന്റെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇവിടെ വരും താഴെ. ഇപ്പൊ കാണാൻ പറ്റും ഇവിടെ ആ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസ്. പിന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ, അതായത് ചില സ്റ്റുഡൻസ് ചിലപ്പോൾ പ്രൊമോട്ട് ആയില്ല, അല്ലെങ്കിൽ സ്കൂൾ തീരുമാനിച്ചു ഈ സ്റ്റുഡന്റ് പ്രൊമോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റ് TC എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ആ സ്റ്റുഡന്റിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഈ ഒരു ക്യാൻസൽ ബട്ടൺ വെച്ചിട്ട് ആ സ്റ്റുഡൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഈ വഴി. അതാണ് പ്രൊമോഷന്റെ സെക്ഷൻ. പിന്നെ ഈ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോ ആണെങ്കിൽ ബൾക്കായിട്ട് ഒരു സ്റ്റുഡന്റിന്റെ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് പല സ്റ്റുഡൻസ്, അല്ലെങ്കിൽ 30-35 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്
നിങ്ങൾക്കാണെങ്കിൽ ഈ ഡൗൺലോഡ് ടെംപ്ലേറ്റ് ഈ ഒരു സ്റ്റുഡൻറ് ബൾക്ക് അപ്ലോഡ് വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ അപ്ലോഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡൗൺലോഡ് ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ് ആണെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ആണ്. എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എക്സൽ ഷീറ്റിനകത്ത് ആ 30 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്, സകല ഡീറ്റെയിൽസ് അവിടെ വെക്കുക, അവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ആ എക്സൽ ഷീറ്റ് സേവ് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ഫയൽ ഇവിടെ ആ എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ സ്റ്റുഡൻറ്റിലോട്ട്, ഈ ERP-ലോട്ട്. സോ അങ്ങനെയാണ് ബൾക്കായിട്ട് സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റുഡൻറ് മൊഡ്യൂളിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റുഡൻസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റുഡൻസ് വന്നിട്ട് ഫീ ടൈപ്പ് അല്ലെങ്കിൽ ഫീ സ്ട്രക്ചേഴ്സ് അസൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫീ സ്ട്രക്ചേഴ്സ് അസൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ആദ്യം ഫീ മൊഡ്യൂളിലോട്ട് പോവുക. പിന്നെ കോൺഫിഗറേഷൻസിനകത്ത് ഫീ സ്ട്രക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. പിന്നെ എവിടേക്ക് കാണാൻ പറ്റും ഫീ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് ഉണ്ടാക്കിയത്. സോ ഈ ഫീ സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും അമൗണ്ടിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ താഴെ എല്ലാ ലൈൻസിൽ ഇങ്ങനെ എഡിറ്റബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റും. അത് മാത്രമല്ല, ഈ ഫീ സ്ട്രക്ചർ ആക്ടിവേറ്റ് ചെയ്താൽ ഇവിടെയുള്ള ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിലോട്ട് ഫീ സ്ട്രക്ചർ മാപ്പ് ആവും. സോ ഈ ഫീ സ്ട്രക്ചർ ആണെങ്കിൽ പല തരത്തിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് വൈസ് അസൈൻ ചെയ്യാം, ഡിവിഷൻ വൈസ് അസൈൻ ചെയ്യാം, സ്റ്റുഡൻറ് വൈസ് അസൈൻ ചെയ്യാം. സോ അത് ഏതൊക്കെയാണ് സ്റ്റുഡൻസ് ഈ ഫീ സ്ട്രക്ചറിൽ ബാധകമാണ് ആ സ്റ്റുഡൻസ് ഞങ്ങൾക്കാണെങ്കിൽ സ്റ്റുഡൻറ് വൈസ് അസൈൻ ചെയ്യാനും പറ്റും. സ്റ്റുഡൻറ് വൈസ് ഈ ടൈപ്പിൽ സ്റ്റുഡൻറ് വൈസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് ഈ ഗ്രേഡ് 1 ഫീസ് ബാധകമാണ് എന്ന് ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്താൽ ആ സ്റ്റുഡൻസിലോട്ട് ഫീ സ്ട്രക്ചർ മാപ്പ് ആവും. ഇതാണ് ഫീ സ്ട്രക്ചർ, അതാണ് ഫീസിന്റെ സ്ട്രക്ചർ. സോ ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യണതും അവർക്ക് ഫീസ് അസൈൻ ചെയ്യണതും. താങ്ക് യു.